ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് സ്കൂളൊക്കെ ഉള്ള ഒരു ദിവസം വൈകുന്നേരത്തെ കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കുട്ടികൾ രണ്ടുപേരും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സൊക്കെ മാറി വന്നതാണ്. പിന്നെ ഒരു കവറിൽ ഞാൻ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതാണ്. ആ കവറിലുള്ള മൊത്തം ഡൈനിങ് ഹാളിൽ കൊണ്ടുവന്ന് ചെരിഞ്ഞിട്ടുണ്ട്. കനിമോളും ബേബിയും കൂടെ കുറച്ച് നേരം അത് വെച്ചിട്ട് കളിക്കും. കളിപ്പാട്ടങ്ങളൊക്കെ കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറിയ പീസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പൊട്ടാത്തത് അവർ തന്നെ പൊട്ടിച്ചെടുത്ത് റെഡിയാക്കി വെച്ചതാണ്. ഇപ്പോൾ കനിമോൾ കുറച്ച് നേരം അതൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കും കേട്ടോ. പിന്നെ ഒരാളും കൂടെ നമുക്ക് വരാനുണ്ട്, വീടിൻ്റെ അടുത്തുള്ള ഒരാൾ. അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും എത്താറുണ്ട്. ഇപ്പോൾ നല്ല കളിയിലാണ്. ബേബി എടുത്ത് വെക്കുന്നതൊക്കെ കനിയ വന്നിട്ട് തട്ടി മറിക്കുകയും ചെയ്യും കേട്ടോ. അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ എൻ്റെ പണികളൊക്കെ തീർക്കാറ്. എന്താണെന്ന് വെച്ചാൽ ഞാനും ചെറിയൊരു ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാനും വൈകുന്നേരം അവരുടെ കൂടെയാണ് എത്തുന്നത്. അവരെത്തിയതിന് ശേഷമൊക്കെയാണ് ഞാൻ എത്താറുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെയൊക്കെ റെഡിയാക്കി കളിക്കാനിരുത്തും. ആ ടൈമിൽ നമ്മൾ വീട്ടിൽ കുറേ പണികളുണ്ടാവുമല്ലോ, അതൊക്കെ ചെയ്ത് തീർക്കും. പിന്നെ മുറ്റത്തേക്കൊന്ന് നോക്കുകയാണ്. മഴക്കാലം ആയതുകൊണ്ട് അധിക സമയം മഴ ആണല്ലോ, അപ്പോൾ മഴ ഉണ്ടോയെന്ന് നോക്കിയതാണ്. ആ ഒരു സമയത്ത് തന്നെ കനിമോൾ വാതിൽ തുറക്കുന്നോ നോക്കിയിട്ട് കനിമോൾ പുറത്തേക്ക് വരും കേട്ടോ. അവൾ കാണാതെ ഒന്ന് നോക്കി വന്നതാണ്. കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ ഈ കളിപ്പാട്ടങ്ങളൊക്കെ നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാം. ഈ ഡൈനിങ് ഹാൾ ഫുള്ളായിട്ട് അവർ നിരത്തി വയ്ക്കും. അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ പണിക്ക് വേണ്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കാറാണ് കേട്ടോ ഉള്ളത്. അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ബേബി എൻ്റെ അടുത്ത് പറഞ്ഞു, ആദിദേവ് വരുന്നുണ്ട് അമ്മ, ഞങ്ങൾ കളിക്കുകയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഉണ്ട് അതാ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതാ ഓടി വരുന്നുണ്ട്. അവനും ബേബി ഒരു ക്ലാസ്സിലായതുകൊണ്ട് തന്നെ വന്ന് കുളിച്ചും ഡ്രസ്സൊക്കെ മാറി ചായയൊക്കെ കുടിച്ചിട്ടാണ് വരുന്നത്. വന്ന പാടെ തന്നെ ഒറ്റ കയറലും പിന്നെ കളിക്കും. പിന്നെ അപാര കളിയായിരിക്കും കേട്ടോ രണ്ടുപേരും കൂടെ. വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വാതിലൊക്കെ അടിക്കലാണ്. അവർ വേഗം എപ്പോഴാണ് പുറത്തേക്ക് പോകുന്നതെന്ന് അറിയില്ല. കനിമോളും അവരെ പിന്നാലെ തന്നെ പോവും. അവൾ മുറ്റത്തൊക്കെ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് കയറ്റിയെടുക്കാനൊക്കെ പണിയാണ്. അതുകൊണ്ട് ഡോറടിച്ചിടാറാണ്. ഇപ്പോൾ അടിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ബേബി കിച്ചൺ സെറ്റാണ് അധികവും എടുത്ത് കളിക്കാറ്. നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ സെറ്റായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള അതേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല മൂടിയൊക്കെ ഉള്ള നല്ല പാത്രങ്ങളൊക്കെ ഉണ്ട്. അതാ ചോറൊക്കെ ഉണ്ടാക്കുന്ന ടൈമാണ്. ഗ്യാസിൽ അതേ പാത്രമൊക്കെ വെച്ചിട്ട് നന്നായി കളിക്കുന്നുണ്ട്. ആദ്യത്തെ കളി എവിടെ തുടങ്ങണം എന്നുള്ള ആലോചനയിൽ ഇരിക്കുകയാണ്. ഇവർ നന്നായി കളിച്ച് തുടങ്ങുമ്പോഴത്തേനും കനിമോൾ വന്നിട്ടെല്ലാം പിടിച്ച് വലിക്കും കേട്ടോ. അത് കാണുമ്പോഴത്തേനും ബേബി പിന്നെയും മാറ്റി കുറച്ച് നീങ്ങിയിരിക്കും. ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ കളി. അവരുടെ ഓരോ കളികൾക്കിടയിലും ഞാൻ അടുക്കളയിൽ പോയിട്ട് ഓരോന്ന് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചായയൊക്കെ കുടിച്ച പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. പിന്നെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ബാഗൊക്കെ തുറന്നിട്ട് അതിൽ നിന്ന് കുറേ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ സ്നാക്സായിട്ടും വാട്ടർ ബോട്ടിലായിട്ടും ഒക്കെ കൊണ്ടുവന്ന് ആ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. രാവിലെ തന്നെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഞാനും കൂടെ പോകുന്നതുകൊണ്ട് 3 പേർക്കും ഭക്ഷണം വിളമ്പാനും വേറുള്ളത് തന്നെ നല്ല പണിയായിരിക്കും. പിന്നെ 4 മണിക്കൊക്കെ ഞാൻ എണീക്കാറുണ്ട് കേട്ടോ.
മോൾക്ക് ബേബിക്ക് 6:45 മദ്രസയിൽ പോകണം. ആ ഒരു സമയത്തേക്ക് തന്നെ എനിക്ക് ചോറും കറിയും ഒക്കെ ആക്കി വെക്കണം. പിന്നെ 9 മണിയാകുമ്പോൾ അവളെ കൂട്ടി കൊണ്ടുവരാനും വേണ്ടി പോകണം. അപ്പോൾ എല്ലാ പണി അന്നപ്പത്തിനും കുളിയൊക്കെ കഴിയണം. അപ്പോൾ അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല കളിയിൽ തന്നെ ആയിരുന്നേ. പിന്നെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു, കുറച്ച് പഴുത്ത മാങ്ങയാണ്. അതൊന്നും ചെത്തി അവർക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു കഷ്ണം കഴിച്ചു. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വന്നിട്ട് എനിക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി അവർക്കും കൊടുത്തു. പിന്നെ രാത്രിയേക്കുള്ള ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ നോക്കുകയാണേ. ഞാൻ രാത്രിയേക്കും കൂടി ഉണ്ടാക്കി വെച്ചതായിരുന്നു. ഹസ്ബൻഡ് മാത്രമായിരുന്നു ഉച്ചക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ മീൻ കറിയിൽ മീനൊന്നുമില്ല, കറിയുണ്ട് കുറച്ച്. പിന്നെ കുറച്ച് പരിപ്പ് കറിയുണ്ട്. ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. ചോറും ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെയുള്ളത് ഈ മീൻ വറുക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതാ ഞാൻ രാവിലത്തേക്ക് കുറച്ച് കടല വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ചു. അപ്പോൾ കുറച്ച് തികയാതെ തോന്നിയപ്പം കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തേക്കുള്ള കറിക്ക് സെറ്റായിട്ടോ. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഒരു മൂടി വെച്ച് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതാ ആ ടൈമിൽ തന്നെ 2 പേരും സ്റ്റോർ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പെറുക്കി തിന്നണം. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ പാത്രവും എടുത്തിട്ടാണ് വന്നത്. അവർക്ക് തുറക്കാൻ കിട്ടാത്തതുകൊണ്ട് എന്നോട് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ട ബിസ്ക്കറ്റൊക്കെ എടുത്ത് ബാക്കി ഞാൻ അവിടെ മൂടി വെച്ചു കേട്ടോ. പിന്നീട് അവർ മുറ്റത്തേക്ക് ഇറങ്ങി ഊഞ്ഞാലയിൽ കുറച്ച് കളിക്കാൻ തുടങ്ങി. കനിമോൾ അപ്പോൾ ഇതാ വാതിൽ തുറന്ന് കണ്ടതോടെ മുറ്റത്തേക്ക് കൊലായിലേക്ക് വന്നിട്ടുണ്ട്. അവരാടുന്നതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ കണ്ടോ, അവസ്ഥ ഇതാണ്. ഇത് പെറുക്കിയെടുക്കലാണ് എൻ്റെ മെയിൻ പണി. അതൊക്കെ പെറുക്കി ഞാൻ കവറിലിട്ടു. പിന്നെ ഒന്ന് അടിച്ച വാരി ക്ലീൻ ചെയ്തു. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നു. ആ മീനൊന്ന് മസാല ഇട്ട് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് അരിപ്പൊടി എല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്ത് അതവിടെ മൂടി വെച്ചു കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രാത്രിയേക്കുള്ള കുറച്ച് പാലുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെക്കുകയാണ്. അപ്പോഴേക്ക് കനിമോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കസേരമേൽ എടുത്തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ പാലൊക്കെ തിളച്ച് വന്നു. അതൊക്കെ തീ ഓഫ് ചെയ്ത് ഒരു മൂടിയൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാ നിസ്കരിക്കുന്ന ടൈമിലും ഇതൊക്കെയാണ് കേട്ടോ അവസ്ഥ. 2 പേരും ഉണ്ടാവും എൻ്റെ കൂടെ തന്നെ. കനിമോളിൻ്റെ മുസല്ലയിൽ മുമ്പിലൊക്കെ വന്നിട്ട് ഇരിക്കും. എനിക്ക് സുജൂദ് ചെയ്യാൻ പോലും ഞാൻ മാറ്റി നിർത്തിയിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥകൾ. പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചില സമയത്ത് കനിമോൾ നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. കസേരയിലൊക്കെ ഇരുത്തിച്ചാൽ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഒരു ശല്യത്തിനും വരാറില്ല. പിന്നെ ഇതാ ബേബി കുഞ്ഞാണ് കേട്ടോ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തതെന്ന്. അവളെ കൈ കൊണ്ട് എല്ലാം മറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ നിസ്കരിച്ച് തീർന്ന സമയത്ത് ഇനി ബേബിയുടെ കോപ്രായങ്ങളാണ്. 2 പേരും മുസല്ലയിൽ, ഞാൻ മുസല്ലയുടെ പുറത്തുമാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നേരം ബേബിയുടെ മദ്രസയിലെ ബുക്കൊക്കെ എടുത്തിട്ടൊന്ന് വായിക്കുന്നുണ്ട്. നോക്കിയിരിക്കേ ഉള്ളൂ കേട്ടോ, വായിക്കാനൊക്കെ മടിയാണ്. അപ്പോൾ മദ്രസയിലെ ബുക്കും കുറച്ച് നേരം സ്കൂളിലെ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ഞാൻ ഓതാൻ വേണ്ടിയിട്ടിരുന്നു. അവളെ വായിക്കാൻ വേണ്ടിയിട്ട് നിർത്തിച്ചു. പിന്നെ അതും കഴിഞ്ഞ് ഞാൻ പിന്നെയും കിച്ചണിലേക്ക് തന്നെ പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്തു. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എന്നതിന് ശേഷമാണ് കേട്ടോ ഇഷാക്ക് നിസ്കരിച്ചത്. അതിന് ശേഷം നമ്മൾ ഉറങ്ങുകയും ചെയ്തു. പിന്നെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.
അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും കാണാം.